ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് തന്നൊരു ബുക്കാണ് ഇത്. ഈ ബുക്ക് തരുമ്പോഴത്തേക്കിന് നോർമലി എനിക്ക് ഒത്തിരി വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആക്ച്വലി ബുക്ക് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഈ പുറം കവർ പേജ് വെച്ചിട്ടാണ്. അപ്പം ഈ ബുക്കിൽ എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തത് അതിൻ്റെ ബുക്കിൻ്റെ എപ്പോഴും ആ ഔട്ടർ കവറേജ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഡാർക്ക് പിങ്ക് ഷെയ്ഡുകൾ പെട്ടെന്ന് എനിക്ക് ഇഷ്ടമായി. പിന്നെ അത് അതിൻ്റെ എന്തുവാ നമ്മൾ പെട്ടെന്ന് വായിക്കുമല്ലോ, ഹീലിംഗ് ദ സോൾ ഓഫ് എ വുമൺ. അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ഒരു കവർ പേജ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ടൂൾ തന്നെയാണ് എല്ലാ കാര്യത്തിൻ്റെയും അല്ലേ. ഈ കവർ പേജ് എങ്ങനെ ഇരിക്കുമോ അതനുസരിച്ച് നമുക്ക് ക്യൂരിയോസിറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ അകത്ത് എന്തുവാ എന്ന് അറിയാനായിട്ട്. അപ്പം ഞാനൊരു ബുക്ക് കിട്ടും, പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടിട്ട് പിന്നെ ആരാ ഓതർ നോക്കും. ജോയ്സ് മേയർ, വൺ ഓഫ് ദ ഫേമസ് ഓതറാണ്, അത് നമുക്കറിയാമല്ലോ. പിന്നെ പെട്ടെന്ന് ഞാൻ നോക്കും, അതിന്റെ കണ്ടന്റ് നോക്കും എന്തൊക്കെയാണ്. പിന്നെ അതിന്റെ ലാസ്റ്റിലും ജസ്റ്റ് നോക്കും അത് എഴുതാനുള്ള റീസൺസും. അങ്ങനെയാണ് നമ്മളൊരു ബുക്ക് സെലക്ട് ചെയ്യുന്നത്. നോർമലി എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു ബുക്കൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കവർ പേജിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിലെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഈ ആൾക്കാരൊക്കെ അത് ഈ ഒരു കാര്യം വിൽക്കാനൊക്കെ ആണെങ്കിലും തന്നെ അതിന്റെ പുറം വലിയ നല്ല ഭംഗിയായിട്ടൊക്കെ വെക്കും. പക്ഷെ എല്ലാ കാര്യത്തിലും അതിന്റെ അകത്ത് അങ്ങനെ സെയിം ആകണമെന്നില്ല. പുറത്തെ പോലെയല്ല, അകത്തെ കണ്ടന്റിലാണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നാൽ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ അതിലാണ് എപ്പോഴും മാറ്റുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരാളെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാലും പെട്ടെന്ന് നമ്മൾ പുറം ഇങ്ങനെ നോക്കുമ്പോൾ ഷീ ലുക്ക് നൈസ്, ഷീസ് ടോക്കിംഗ് നൈസ് എന്നൊക്കെ നമ്മൾ പറയും. ബട്ട് നമ്മൾ കുറച്ചുനാൾ കഴിഞ്ഞാലേ ആ പേഴ്സന്റെ ആക്ച്വൽ ബിഹേവിയർ അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഇന്നർ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ടുഡേ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ. നമ്മുടെ കവർ പേജ്, നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇന്നറിലാകാം. നമ്മൾ നല്ല സ്മാർട്ടായിട്ട്, നല്ല ലവ്ലി ചാമിങ് ആയിട്ട് ചിരിച്ച് ഇരിക്കുന്നുവെങ്കിൽ ലെറ്റ് അസ് നമ്മുടെ അകവും അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഹൃദയം, നമ്മുടെ ഇൻസൈഡ് നമുക്ക് അതുപോലെ തന്നെ ആകട്ടെ. I'll come back again next week with another video. Stay tuned. Thank you.